കേരള ഹൗസിൽ കേരള ടിവി മാധ്യമപ്രവർത്തക ഫെമിനി അപമാനിച്ച അഭിഭാഷക ദീപ ജോസഫിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ദില്ലി ഘടകം. മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തിയതും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതും അംഗീകരിക്കാനാകില്ലെന്ന് KUWJ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. വിഷ്ണു തലവൂർ തുടരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധുരി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ദില്ലിയിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ VD സതീശനെ സ്വീകരിക്കാൻ അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫും കേരള ഹൗസിൽ എത്തിയിരുന്നു. അപ്പോൾ ഈ കാര്യം നമ്മൾ കൈരളിയുടെ മാധ്യമപ്രവർത്തക ഫെമിന റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജോലി ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള നീക്കമാണ് അഭിഭാഷകയായിട്ടുള്ള ദീപ ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു റിപ്പോർട്ടറായിട്ടുള്ള ഫെമിനയെ വലിയ തോതിൽ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മൈക്ക് തട്ടിപ്പറിക്കാനടക്കം ദീപ ജോസഫ് ശ്രമിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇത്തരത്തിൽ വലിയ തോതിലൊരു അധിക്ഷേപം മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അഭിനന്ദ് ഈ വിഷയത്തിൽ ഇടപെടുകയും അഭിനന്ദിനെതിരെയും വലിയ അധിക്ഷേപം ദീപ ജോസഫ് നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് KUWJ ദില്ലി ഘടകം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ദീപ ജോസഫിൻ്റെ ഇത്തരം പ്രവൃത്തികളെ, അതായത് ജോലി തടസ്സപ്പെടുത്തുന്ന ദീപ ജോസഫിൻ്റെ പ്രവൃത്തിയെ അങ്ങേയറ്റം അപലപിച്ചുകൊണ്ടാണ് KUWJ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈരളി റിപ്പോർട്ടർ ഫെമിന, അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറായിട്ടുള്ള അഭിനന്ദ്, ഈ രണ്ടു പേർക്കെതിരെയുമുള്ള അധിക്ഷേപത്തിലാണ് KUWJ ഇപ്പോൾ അപലപിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും KUWJ അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നത്തിന് പിന്നാലെ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും ചാനലുകൾക്കെതിരെ വലിയ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഇത്തരത്തിൽ ദീപ ജോസഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ ഇതൊന്നും തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല എന്നതാണ് എന്തായാലും KUWJ ദില്ലി ഘടകം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ദീപ ജോസഫിനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് KUWJ തീരുമാനം. സിന്ധൂരി, വിഷ്ണു, എന്തായാലും വളരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ KUWJ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഇന്നലെ രാത്രി നടത്തിയ പ്രതികരണത്തെ തുടർന്ന് അതിനുശേഷം വീണ്ടും സോഷ്യൽ മീഡിയ വഴിയും ഇവർ അധിക്ഷേപം തുടരുകയാണല്ലേ ദീപ ജോസഫ്? സിന്ധുരി, തീർച്ചയായിട്ടും ദീപ ജോസഫ് ഇത്തരത്തിൽ അധിക്ഷേപം തുടരുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് എത്രമാത്രം അധിക്ഷേപകരമായിട്ടുള്ള വാക്കുകളാണ് ദീപ ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ മാധ്യമപ്രവർത്തകരെ മാത്രമല്ല അതിജീവിതയും വീണ്ടും പൊതുമധ്യത്തിൽ ഒരു അവഹേളിക്കുന്ന ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന സമീപനമാണ് ദീപ ജോസഫ് സ്വീകരിച്ചിട്ടുള്ളത്. അതിലാണ് ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള കത്ത് അതിജീവിത മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. അതിജീവിതയെ രതിജീവിത എന്ന് വിളിച്ച് അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് ദീപ ജോസഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഈ വിഷയങ്ങൾക്കൊക്കെ പിന്നാലെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം, പ്രതിഷേധമൊക്കെ ശക്തമായി ഉയർന്നു വന്ന ഘട്ടത്തിലാണ് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരെയും ഈ മാധ്യമങ്ങളെയൊക്കെ തന്നെ വീണ്ടും അവഹേളിക്കുന്ന തലത്തിൽ പോസ്റ്റുകൾ ദീപ ജോസഫ് വീണ്ടും നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇത്തരത്തിൽ കൈരളി ചാനലിനെ കൈരതി എന്ന് വിളിച്ചുകൊണ്ടാണ് ആക്ഷേപിക്കുന്നത്. അത്തരത്തിൽ റിപ്പോർട്ടർ ചാനലിനെയും സമാന രീതിയിൽ തന്നെ ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഇന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ദീപ ജോസഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് വലിയ മോശമായിട്ടുള്ള, അങ്ങേയറ്റം മോശമായിട്ടുള്ള പല പരാമർശങ്ങളും ഫേസ്ബുക്ക് കുറിപ്പിലും ദീപ ജോസഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദീപ ജോസഫിൻ്റെ ഇത്തരം നടപടികളിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ KUWJ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ് വിഷ്ണു. കേരള ഹൗസിൽ കേരള ടിവി മാധ്യമപ്രവർത്തകയും മാധ്യമപ്രവർത്തകനെയും അപമാനിച്ച വിഷയത്തിൽ KUWJ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ്. അഭിഭാഷക ദീപ ജോസഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് KUWJ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.